നമസ്കാരം. ഈ ആഴ്ച നമുക്കൊപ്പം സംവിധായകൻ ശ്രീ ജിസ് ജോയ്. സ്വാഗതം. നമസ്കാരം. എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറയുന്ന എൻ്റെ മൂന്നാമത്തെ സിനിമയുടെ റിലീസ് ജനുവരി 2nd വീക്കിലാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഫൈനൽ സെൻസറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഓൾ സെറ്റ് ഫോർ ദ റിലീസ്. മാർക്കറ്റിംഗ് തുടങ്ങി. അങ്ങനെ എന്താ പറയുക കുറേ നാളായിട്ട് കൺസീവ് ചെയ്ത് മനസ്സിലുണ്ടായിരുന്ന ഒരു സൃഷ്ടി പുറത്തിറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ എല്ലാവരും പറയും ഒരു സംവിധായകനെ ഇളക്കുന്നത് ആദ്യത്തെ സിനിമ വെച്ചല്ലാണ്, ഈ രണ്ടാമത്തെ സിനിമ. സംവിധായകൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സിനിമ ഹിറ്റാവുന്നു, പക്ഷേ രണ്ടാമത്തെ സിനിമ ഹിറ്റാക്കി പ്രൂവ് ചെയ്യുമ്പോഴാണ് സംവിധാനം വന്നത്. ജിസ് ജോയിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ 2018 ഏറ്റവും മനോഹരമായ ഏറ്റവും സക്സസ്ഫുള്ളായ സിനിമകളിലൊന്നാണ് സൺഡേ ഹോളിഡേ. അത് കഴിഞ്ഞ് വരുന്നൊരു സിനിമയാണ് വിജയ് സൂപ്പറും പൗർണമിയും. എന്താണ് വിജയ് സൂപ്പറും പൗർണമിയും? വിജയ് സൂപ്പറും പൗർണമിയും, വിജയ് എന്ന് പറയുന്നത് നമ്മുടെ നായകന്റെ പേരും പൗർണമി നായികയുമാണ്. ഈ വിജയ് സൂപ്പർ എന്ന് പറയുന്ന ഒരു രഹസ്യം എൻ്റെ ഉള്ളിൽ ഈ സിനിമയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഒരു കുഞ്ഞ് സസ്പെൻസ് ആണ്. അത് സിനിമ തുടങ്ങിയ ഒരു ഇന്റർവെല്ലിനോട് കൂടിയിട്ടൊക്കെ മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ആസിഫ് അലി ഇതിലും മൂന്നാമത്തെ സിനിമയാണ് ഞാൻ. ആസിഫ് അലി വിട്ടുള്ള പരിപാടി ഇല്ലാന്ന് തോന്നുന്നില്ല. അങ്ങനെ അതുകൊണ്ടല്ല കേട്ടോ. ഇപ്പൊ ഈ ആസിഫ് അലി ചെയ്ത കഴിഞ്ഞ രണ്ട് പടങ്ങളിലും ആസിഫ് അലിയുടെ പ്രായം കൊണ്ടും മാനറിസം കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും മാച്ച് ആയിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. അങ്ങനെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ആസിഫ് അലിയുടെ അടുത്ത് ഇപ്പോൾ ഞാൻ ഏത് കഥ പറയുമ്പോഴും ഒന്നാമത് എൻ്റെ നല്ല സുഹൃത്താണ്. പിന്നെ എൻ്റെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പേസിനടുത്താണ് അവൻ്റെ വീടും. അപ്പോൾ ഞങ്ങളെപ്പോഴും മീറ്റ് ചെയ്യുകയും കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്താ പറയുക എല്ലാ സിനിമ ഇപ്പോൾ കഴിഞ്ഞ 3 പടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം തന്നെ എന്നെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കിയ ഒരു നടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ആസിഫ് അലിയോടും കൂടിയുണ്ട്. ഇപ്പോൾ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന പടം എന്ന് പറയുന്നത് ഭയങ്കരമായ ട്വിസ്റ്റുകളുള്ള പടമാണ്. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ആ സിനിമ മനസ്സിലാവില്ല. ഒരു പോയിന്റിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മിസ്സായാൽ ഇതെന്താണ് ഇയാൾ പറയുന്നതെന്ന് ആലോചിക്കും. പക്ഷേ അവൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി 2-2.5 മണിക്കൂർ കൊണ്ട് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യാം, വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് മനസ്സിലാക്കിയ അത് ഒരുപക്ഷെ ബൈസൈക്കിൾ തീവ്സിലൂടെ ആ ഒരു ഓപ്പണിംഗ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ആഡ് ഫിലിംസ് മാത്രം ചെയ്തുകൊണ്ട് നടന്നേനെ. ബൈസൈക്കിൾ തീവ്സ് ഇറങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതുപോലൊരു സിനിമ അത്ര പരിചയമുള്ളൊരു സിനിമ അല്ലായിരുന്നു. പക്ഷെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഭയങ്കര രസമായിട്ട് അവർ രണ്ടുപേരുടെ ചെയ്തൊരു സിനിമയാണ് ബൈസൈക്കിൾ തീവ്സ്. കഴിഞ്ഞ ഒരു 7-8 മാസം മുൻപ് നടൻ ദിലീപേട്ടനെ ഞാൻ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ വെച്ച് കാണുവാണ്. അപ്പം ഞാൻ വണ്ടി കൊണ്ട് പറയുമ്പോൾ അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പോകണം. അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി. ഞാൻ ഓടിച്ചെന്നു ദിലീപേട്ടൻ കുറേ നാളായാലും കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, എടാ ഞാൻ വളരെ വൈകിയാണ് നിന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. അപ്പോൾ ഞാനത് കുറേ ആൾക്കാരോട് പറഞ്ഞു, നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അവനില്ല, എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് അടുപ്പുള്ള റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏത് സിനിമ കാണുമ്പോഴും ഞാൻ പ്രഡിക്റ്റ് ചെയ്യൂടാ. അത് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെയാണ് ഏതാണ്ട് ക്ലൈമാക്സ് ഇന്റർവെല്ലൊക്കെ വരുള്ളൂ. എൻ്റെ എല്ലാ പ്രഡിക്ഷനും തെറ്റിച്ച സിനിമയാണ്. അവസാനത്തെ ആ ടൈലൻഡിൽ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയായിരിക്കും, അതും തെറ്റിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്ന് ദിലീപേട്ടൻ പറയണ്ടായി. സൺഡേ ഹോളിഡേ ഈ ബൈസൈക്കിൾ തീവ്സിന് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ കാരണം സൺഡേ ഹോളിഡേയിൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ കരുത്തായിട്ടുണ്ടായിരുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന അത്രയും വലിയൊരു ലെജൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലാൽ ജോസിനെ പോലത്തെ ഒരു വലിയ സംവിധായകൻ, ആശാ ശരത്ത്, ഈ 3 പേരും തന്ന സപ്പോർട്ട്, പ്രത്യേകിച്ച് ഈ പറയുന്ന ശ്രീനിയേട്ടനും ലാൽ ജോസ് സാറും ഇതിന്റെ നമുക്കറിയാലോ അവരൊരു ഇക്കാര്യങ്ങളിൽ വലിയ ലെജൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കഥ എന്നോട് പറയാനായിട്ട് ശ്രീനിയേട്ടൻ പറഞ്ഞു. വളരെ തിരക്കിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. എനിക്കും അദ്ദേഹത്തിന് അതിന് മുമ്പ് യാതൊരു പരിചയമില്ല. അദ്ദേഹം ഒരു സിനിമ എഴുതുന്നതിന്റെ തിരക്കിനിടയിൽ പോയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ കഥ പറയുമ്പോഴൊക്കെ ഇദ്ദേഹം എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഇയാൾ ചിരിക്കുന്നില്ല. ഇദ്ദേഹം ഭയങ്കര നിസ്സംഗമായ ഭാവം. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ സിനിമ ഇത് കഥ പറഞ്ഞു കഴിഞ്ഞതും എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് എസ്കേപ്പ് ആയാൽ മതി, എങ്ങനെ ഉണ്ടെന്ന് പോലും ചോദിക്കാനുള്ള ഗഡ്സ് എനിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആ കഥ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാണ്. കഥ പറഞ്ഞു കഴിഞ്ഞതും അദ്ദേഹം 1 മിനിറ്റ് തന്നെ പുറത്ത് എനിക്കൊണ്ട് സിഗരറ്റ് വലിക്കാനോ മറ്റോ പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഈ മുറിയിൽ നിന്ന് പുറത്ത് സാറിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോയി എന്ന് മാത്രമല്ല ഞാൻ ഇനി ഈ സിനിമ ചെയ്യുന്നില്ല എന്നും കൂടെ മനസ്സിൽ ഉറപ്പിച്ചു. ശ്രീനിയേട്ടന്റെ മറുപടി നെഗറ്റീവ് എന്നുള്ള ഉറപ്പ്. അപ്പൊ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഇത് നെഗറ്റീവാണ് പറയണമെങ്കിൽ ഇത് ഒരിക്കലും തിയേറ്ററിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് എന്റെ സംഭവം. അതുകൊണ്ട് ഈ സിനിമ നമ്മൾ ഒതുക്കി വെച്ച് അടുത്ത പടത്തിന്റെ എഴുത്തിലേക്ക് പോകാമെന്നൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്ത് ഇദ്ദേഹം വരുന്ന ഈ 5 മിനിറ്റിനുള്ളിൽ ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇരുന്ന് ചോദിച്ചു, മറ്റേ ക്യാരക്ടർ ആരെയെന്ന് ചോദിച്ചു. ലാൽ ജോസ് സാർ. സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചു. മറ്റേതോ? ആശാ ശരത്ത്. ഇത് ചെയ്യുന്നവരാണ് ആസിഫ് അലി. അവരൊക്കെ സമ്മതിച്ചോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യാം, ഇത് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറ് കാര്യമായിട്ട് പറഞ്ഞാണോ? അപ്പൊ പുള്ളി ഇങ്ങനെ കാര്യമായിട്ട് പറയാതിരിക്കാൻ താനെന്റെ പെങ്ങളുടെ മോനോ അമ്മായിയുടെ മോനോ ഒന്നും അല്ലല്ലോ.
അവനില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങ് ചിരിച്ചു. എൻ്റെ അപ്പോഴത്തെ ടെൻഷൻ മുഴുവൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിരിച്ച പോലെ ആ ഒറ്റ ചിരിയിൽ പോയി. പിന്നെ ആ സിനിമയ്ക്ക് ഉടനീളം ആ ദിവസം മുതൽ ആ സിനിമ റിലീസാവുന്ന വരെയുള്ള ഒരു രീതിയിലും ഒരു ടെൻഷനോ, സാധാരണ സിനിമ റിലീസ് ഇപ്പം ഈ സിനിമ ടെൻഷനുണ്ട്. കാരണം ഇപ്പം മൂന്നാമത്തെ പടം സൺഡേ ഹോളിഡേ എന്ന് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ആൾക്കാരൊന്നും എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ 2013 ബൈസിക്കിൾ തീവ്സ് എന്നൊരു സിനിമ ചെയ്ത ആളാണ്. സോ ഇയാൾ എന്ത് സിനിമയാണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളെ ഫോളോ ചെയ്യാനോ ഒന്നുമില്ല എന്ന സിനിമ. വിജയിച്ചാൽ കൊള്ളാം, പൊട്ടിയാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള സിനിമ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സൺഡേ ഹോളിഡേ എന്നൊരു പടത്തോടുകൂടി നമ്മളിൽ നിന്ന് ആൾക്കാർ എന്തെങ്കിലും ഒരു നന്മയുള്ള സിനിമയോ അല്ലെങ്കിൽ ഫീൽ ഗുഡ് പടമോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയോ അങ്ങനെ എന്തോ ഒരു ഫോർമാറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. തുടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. അതെ. അവിടെ നിന്ന് ആഡ് ഫിലിമിലേക്ക് വന്നു. കുറേ അധികം ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലേ. മലയാളി ശ്രദ്ധിച്ചുള്ള ഒരുപാട് ആഡ് ഫിലിം ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്ന് ഈ സിനിമയിലേക്കാണ്. ടെലിവിഷൻ കാലത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. അതെങ്ങനെയാണ് ഈ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു യാത്രയ്ക്ക് ബാക്കപ്പ് ആയത്? ഞാൻ ശരിക്കും ഡബ്ബിങ് എന്നൊരു മേഖല ഉണ്ടായിരുന്നു. ഡബ്ബിങ്ങിലൂടെയാണ് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ആ ഡബ്ബിങ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ജീവൻ TV-യിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ജോലി കിട്ടുകയും അവിടെ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞ പരിപാടി, മിസ്റ്റിക് കളേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ പരിപാടികൾ, പ്രത്യേകിച്ച് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. ഇതിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ. ശരിക്കും ജീവൻ TV ആയാണ് നമ്മുടെ ഒരു താവളം എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്നുകൊണ്ട് ഒരുപാട് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി. അതിൽ പലരും ഇന്ന് വലിയ ജേർണലിസ്റ്റുകളായിട്ട് മാറി. പലരും സിനിമയിൽ തന്നെ വലിയ വലിയ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ആയിട്ട് മാറി. പക്ഷെ അത് വലിയൊരു സമയമായിരുന്നു ആ സ്വകാര്യ ചാനലിൽ ഉണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും അവിടെ നിന്നുകൊണ്ടാണ് എന്താണ് ക്യാമറ, എന്താണ് എഡിറ്റിങ്. കാരണം നമുക്ക് ഒരു പ്രോഗ്രാം ഡയറക്ടർ ആകുമ്പോൾ അവിടെ നമുക്ക് എന്തിനും ഫ്രീഡം ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ ഏത് ക്യാമറ എടുത്തുകൊണ്ട് പോകാം, ഏത് എഡിറ്റ് സ്റ്റുഡിയോയും യൂസ് ചെയ്യാം, അങ്ങനെ ഉണ്ടല്ലോ. അല്ലാണ്ട് ഞാൻ ഇത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആഡ് ഫിലിംസിന്റെ അസിസ്റ്റൻസോ സിനിമയുടെ അസിസ്റ്റൻസോ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അസിസ്റ്റന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം സ്കൂളിൽ പോയിട്ട് പഠിക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന് കിട്ടിയതും പിന്നെ ഈ ചാനലിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഇതാണ്. പിന്നെ ഓഫ് കോഴ്സ് വായിക്കണം, സിനിമകൾ കാണണം, അതെല്ലാം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സൈഡിൽ കൂടെ ഉണ്ട്. ആഡ് ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആഡ് ഫിലിം ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആഡ് ഫിലിം അത് വേറൊരു ലോകമാണല്ലോ, വേറൊരു ലോകമാണ്. അവിടെ നിന്നൊരു സിനിമ പോലുള്ളൊരു വലിയ ക്യാൻവാസിലേക്ക് വരുമ്പോൾ ആഡ് ഫിലിമിൻ്റെ ഒരു ബേസും സിനിമയുടെ ഒരു ബേസും ഭയങ്കര ഡിഫറൻസ്. ടോട്ടലി രണ്ട് ഫോർമാറ്റ് ആണല്ലോ പരിപാടി. രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഞാനൊക്കെ ആഡ് ഫിലിം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്നത് 2003, 2004 ക്ലയൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് 90 സെക്കൻഡ്, അതായത് 1.5 മിനിറ്റുള്ള പരസ്യം. അന്ന് തിയേറ്റർ പരസ്യം എന്ന് പറയുന്നത് 1.5 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 60 സെക്കൻഡൊക്കെയാണ്. എന്നാലാണ് തിയേറ്ററിൽ പോയി കാണേണ്ടത്. ഇപ്പോൾ ക്ലയൻസ് പറയുന്നത് വെച്ചാൽ 15 സെക്കൻഡിൽ കഥ പറയാന്നുള്ളതാണ്. അതാണ് കറണ്ട് ട്രെൻഡ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ചാനലിൽ കൊടുക്കുന്നതിന് അങ്ങനെ 10 സെക്കൻഡ് വെച്ചിട്ടാണ് പൈസ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഷാർപ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊരു ഭയങ്കര രസമുള്ള ജോലിയാണ് ഈ ആഡ് ഫിലിം മേക്കിംഗ്. എന്താണ് മനസ്സിലുള്ളൊരു സിനിമ? അങ്ങനെ ഒരു ഇതുണ്ടോ? ഇത് തന്നെയാണോ, ഈ കാണുന്നത് തന്നെയാണോ? അത് കൃത്യമായിട്ട് ഫാമിലിക്ക് നാണക്കേട് ഉണ്ടാവാതെ, അതായത് കാണാൻ വരുന്ന ഫാമിലീസിന് നാണക്കേട് ഉണ്ടാവാതെ വളരെ സഭ്യമായിട്ട് അച്ഛനും അമ്മയും ആങ്ങളെയും പെങ്ങളും കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കാണുന്ന സിനിമകളുണ്ടല്ലോ. അത്തരം സിനിമകളാണ് എൻ്റെ. ഒരുപക്ഷെ ഇപ്പം ഞാൻ സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമകളും പ്രിയദർശൻ സാറിൻ്റെ സിനിമകളും ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകളും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഫസ്റ്റ് ഞാൻ വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ പടമായിരിക്കണം എന്ന് വിചാരിക്കുന്നത് സിദ്ദിഖ് ലാൽ ഫോർമാറ്റിലുള്ള സിനിമയാണ്. അവരുടെ പടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാട്ട് വന്നെങ്കിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പാട്ട് വരും. സിനിമ തീർന്നെങ്കിലും നമ്മൾ ആലോചിക്കുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പടം തീരും. ഒരു ഇടി എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ടൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിലാവും. അങ്ങനെ ടെൻഷനായിട്ടൊരു സീനിൽ നേരെ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അവർ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട് അവരുടെ എല്ലാ പടത്തിലും. ചില കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ഒന്ന് ആലോചിച്ച് നോക്കി. കല്യാണം നടക്കുമ്പോഴാണ് മറ്റേ ചട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യം, പക്ഷെ നമ്മളതെല്ലാം വിശ്വസിച്ചു. ഒരുപാട് സംവിധായകർ മലയാള സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ വർഷവും നമുക്ക് പുതിയ സംവിധായകരും പുതിയ പടങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ കൂട്ടത്തോടെ ഇങ്ങനെ ആളുകൾ വരുന്നു, കുറേ അധികം പടങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഈ ഇപ്പോൾ 2018 കണക്കെടുത്ത് നോക്കിയാൽ റിലീസായ പല സിനിമകളുടെ പേര് പോലും ഓർത്ത് വയ്ക്കാൻ തരത്തിലുള്ള അത്രയധികം സിനിമകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എത്ര പടം ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കത് എണ്ണിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ്.
ഈ ഒരു വരവ് ഇങ്ങനെ കൂടുതലായി വരുന്നവരുള്ള വരവ് ഗുണമാണോ അങ്ങനെ തോന്നുന്നുണ്ടോ? കുറേ ആളുകൾക്ക് അവസരമാണ്. സിനിമ എന്ന ഇൻഡസ്ട്രിക്ക് അതൊരു സിനിമ എന്ന ഇൻഡസ്ട്രിക്ക് പണ്ട് മധുസാറ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മധുസാറ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രസംഗിച്ചത് സിനിമ ഇൻഡസ്ട്രി പ്രൊഡ്യൂസേഴ്സിന്റെ മേഖല എങ്ങനെ ലാഭകരമാക്കാം എന്നതിന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് സിനിമകൾ എടുക്കാതിരിക്കാം എന്നുള്ളതാണ്. കാരണം 130 സിനിമ റിലീസാവുന്നു. ഇപ്പോൾ 115 മുതൽ 130 സിനിമ റിലീസാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 20 പടവ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. ആ 20 പടത്തിൽ ഒരു 15 പടവേ ബ്രേക്ക് ഈവൺ ആവുന്നുള്ളൂ. അതിൽ 10 പടത്തെ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുന്നുള്ളൂ. ഇതിൽ പലരും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്ന ആൾക്കാരില്ലേ, അതിൽ തെറ്റായ ധാരണ കൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ 4 കോടി മുടക്കുന്നു, നമുക്ക് സിനിമ കഴിഞ്ഞതും നമുക്ക് 3 കോടി സാറ്റലൈറ്റ് കിട്ടുന്നു, ബാക്കി ഓവർസീസും മറ്റേത് മറിച്ചെല്ലാം കൂടി ഈ 4 കോടി തിരിച്ചു കിട്ടുന്നു. തിയേറ്ററിൽ നിന്ന് എന്ത് ഓടി കിട്ടിയാലും നമുക്ക് ലാഭം. ഈ ഒരു കണക്ക് മാത്രം മനസ്സിലാക്കി വരുന്ന ഇതിങ്ങനെ പറഞ്ഞു ഇവരെ എടുത്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ആൾക്കാർ? അതാണ് എൻ്റെ കോമഡി എന്ന് പറയുന്നത്. ആൾക്കാർ വിശ്വസിക്കുന്നു. ശരിക്കും അതല്ല എൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ആ കണക്കുകൾ ഞാൻ പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തൊരു സപ്പോർട്ടീവാണ്. ഇപ്പോൾ സുരേഷ് കുമാർ സാർ, രഞ്ജിത്ത് ഏട്ടൻ, ആ ഒരു ടീം, സിയാദ് കോക്കർ എന്നൊക്കെ പറയുന്ന ഇവർ വിളിച്ചു ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയുന്ന ആൾക്കാരാണ്. അതിന് മറ്റേ പൊയ്മുഖങ്ങളുടെ പൊയ് കണക്കുകളിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. ഇപ്പോൾ ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സുരേഷ് ഏട്ടാ ഇത് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പോവുകയാണ്, ഇത് ചെയ്തോട്ടെ, എന്താണ് ഇതിന്റെ പുറകിലുള്ള ഭവിഷ്യത്തെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് വരുമരായികൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു ടീം അവിടെ ഉണ്ട്. അപ്പോൾ ആ സാധ്യതകൾ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലു അർജുൻ്റെ മലയാള ശബ്ദമാണ് അല്ലേ? മലയാളത്തിൽ അല്ലു അർജുൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും എല്ലാം ജിസ്റ്റോയുടെ ശബ്ദത്തിലാണ്. എങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്ക് വരുന്നത്? ഡബ്ബിങ്ങിലേക്ക് 2001 ഊമപ്പണ്ണിന് ഒരുപാട് പയ്യൻ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ. സിനിമയിലൂടെയാണ് ജയസൂര്യാണ് എന്നെ ഈ ഡബ്ബിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. ജയസൂര്യ ആ സമയത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് പുറകോട്ട് വലിഞ്ഞപ്പോൾ ആ ഗ്യാപ്പിലേക്ക് എന്നെ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ആദ്യം റിലീസായ സിനിമ ഉമ്മപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്നുള്ള സിനിമയാണ്. അതിൽ ഞാനും ജയസൂര്യയും കൂടെ 22 പേർക്ക് മറ്റു ഡബ് ചെയ്തു. കാരണം ജയസൂര്യക്ക് ആ സിനിമയിൽ വോയിസ് ഇല്ല, ഊമയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ആ സിനിമയിൽ ഞങ്ങളുടെ വോയിസ് പ്രസൻസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് നവോദയ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ അവൻ്റെ കൂടെ പോയതാണ്. പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡബ്ബിങ് ഇവന്റെ ഈ ഊമയുടെ ശബ്ദമായതുകൊണ്ട് ഒരു മണിക്കൂറിന്റെ മൊത്തം ഡബ്ബിങ് കഴിഞ്ഞു. പിന്നെ ഓൾ ഡേ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ വിനയൻ സാർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഡബ് ചെയ്ത് നോക്കുന്നു എന്ന് ചോദിച്ചു. നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ സിനിമയിൽ ഡബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്ത് 10-22 പേരായപ്പോൾ സാറ് വന്ന് നിർത്തിക്കോളാം വന്നു. ഇപ്പൊ ആ സിനിമ നിങ്ങൾ ടിവിയിൽ ഇരുന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ജയസൂര്യയുടെ വോയിസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഒരു പരിധി വരെ എന്റെ വോയിസും എസ്റ്റാബ്ലിഷ്ഡ് ആയി. സോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നു. വരുന്നവർക്കും പോകുന്നവർക്കും ഇടിക്കുന്നവനും ഇടി കൊള്ളുന്നവനും ഒക്കെ ഞങ്ങൾ തന്നെ. അത് ഈ ഡബിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമാണെന്നല്ലേ? ഡബിങ് കൊണ്ട് നന്നായിട്ട് അഭിനയിച്ച ഒരാളെ ഒരുപാട് നന്നായി അഭിനയിച്ച പോലെ ആക്കാം. ഡബിങ് കൊണ്ട് നന്നായി അഭിനയിച്ച ഒരാളെ മോശമായി അഭിനയിച്ച പോലെ ആക്കാം. അല്ലു അർജുൻ ഡബിംഗ് പടം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ തെലുങ്ക് നമ്മൾ കാണാറില്ലല്ലോ. ഒന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഇതിങ്ങനെ കണ്ടന്തം വിട്ടിരിക്കാൻ നല്ലത്. അപ്പോൾ മലയാളം എന്താണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഈ അല്ലുവിന് എത്ര പടം ഡബ് ചെയ്തു? അല്ലെങ്കിൽ തുടക്കം മുതൽ 26 സിനിമ. ഇപ്പോൾ ഈ കഴിഞ്ഞ എൻ പേര് സൂര്യ എന്ന് പറഞ്ഞ പടം അടക്കം 26 സിനിമ ഡബ് ചെയ്തു. അത് ശരി. ഈ അതാണ്. അപ്പം ആളുകൾക്ക് അങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലു അർജുൻ്റെ മലയാളമാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഈ അല്ലുവിന്റെ ഒരു പ്രത്യേകത പുള്ളി ഭയങ്കര സ്പീഡിന്റെ ഭയങ്കര വൈബ്രന്റ് ആണല്ലോ. ആള് പറഞ്ഞ പോലെ ഒരു പക്കാ പാക്കേജ് ആണ് പുള്ളി. അതായത് ഇടിക്കിടി, തമാശക്ക് തമാശ, ഇടയ്ക്ക് സെന്റിമെന്റ്സ്, ചിലപ്പോൾ ഭയങ്കര ഫോളിഷ്നെസ്. അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത വേറെ ലോജിക്കാണ് തെലുങ്ക് പടങ്ങളുടെ എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ സിനിമ ആര്യ എന്ന് പറയുന്ന പടമാണ് ഡബ് ചെയ്യുന്നത്. ഖാദർ ഹസൻ എന്ന് പറയുന്ന സാറാണ് ആ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഡബ്ബിംഗ് പടങ്ങൾ കേരളത്തിൽ കൂടി ചരിത്രമില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സോടെയാണ് ഇത് ഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആളെ അന്ന് നമുക്ക് അറിയില്ല. കാണുമ്പോൾ ആഴ്ചയിൽ ഒരു വളരെ സാധാരണ തോന്നിക്കുന്ന ഒരു അടുത്ത വീട്ടിലെ പയ്യനെ പോലെ തോന്നിക്കുന്ന ഒരു പയ്യൻ. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലുണ്ടായിരുന്നു. ആ സീരിയലിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദമായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇദ്ദേഹം വിളിച്ചിരിക്കുന്നത് തന്നെ. ഈ വോയിസ് വേണം എന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് നമ്മളിപ്പോൾ അതുവരെ ഈ സീരിയലാണല്ലോ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീരിയലിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയുന്നോ അത് ഓക്കെയാണ്. കാരണം അവിടെ മോണിറ്റർ ചെയ്യാനോ 150 രൂപ എടുക്കാനോ പറ്റില്ല. കാരണം ഇന്ന് ഷൂട്ട് ചെയ്ത് നാളെ ടെലികാസ്റ്റ് ചെയ്യണം. അങ്ങനെ ശീലിച്ച ഒരാളെ എന്നെ പോലത്തെ ഒരാൾ അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം എന്ന് നടന്നു പോകുന്ന ടീച്ചറെ നോക്കിയിട്ട് ഇപ്പം പറയുന്നുണ്ട്. ഞാൻ വളരെ കൂളായിട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു. ഖാദർ പറഞ്ഞു ഒന്നുകൂടെ പോകണം. ഓക്കെ സാർ, ഗുഡ് മോർണിംഗ് മാഡം പറഞ്ഞു. ഇതൊരു 10 ടേക്ക്
ഇത് തന്നെ പോയുള്ള അവസ്ഥ ആലോചിക്കും. 10 ടേക്ക് ഇത് പോവാണ്, ഗുഡ് മോർണിംഗ് മാഡം. അപ്പോൾ 10ാമത്തെ ടേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഞാൻ പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പം ഞാൻ പറയുന്ന ഗുഡ് മോർണിംഗ് മാഡം, അപ്പോൾ ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് മാഡം, ഇതിനകത്ത് എന്താണെങ്കിലും ഈ സിനിമയ്ക്ക് എന്താണ്? ഇതല്ലല്ലോ കഥ ഇതല്ലല്ലോ. അപ്പോൾ ഈ ഇത്തരം ചില ചിന്തകൾ വർക്കാവാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പോയി 30ാമത്തെ ടേക്ക് ഇദ്ദേഹം ഓക്കെ വെച്ചു. പോയി ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ 2 സീൻ തീർന്നിട്ടില്ല, 2-3 സീൻ. അപ്പം ഞാൻ ഇത്ര അട്ടിക്ക് സ്ക്രിപ്റ്റ് ഇരിക്കുകയാണ്. എന്റെ ധാരണ ഇന്നിപ്പോൾ തുടങ്ങുന്നു, കൂടിപ്പോയ നാളെ ഉച്ചയ്ക്കുള്ള വീട്ടിൽ തിരിച്ചു പോകുന്നു. അന്നും ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ഒത്തിരി പ്രയാസമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഈ പോകുന്ന പോക്കിലാണെങ്കിൽ ഇത് ഒരു കാരണവശാലും ഒരാഴ്ചക്കുള്ളിൽ ഡബിങ് തീരാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ വന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു, സാറേ ഐ എം വെരി സോറി, ഇത്രയും ടേക്ക് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്റെ ഡബിങ് മറന്നുപോയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ജഡ്ജ്മെന്റ് പോയി കംപ്ലീറ്റ്. ഞാൻ ചെയ്യുന്ന എന്താണ് എനിക്കിത് അറിഞ്ഞുകൂടെ? കാരണം എന്റെ കോൺഫിഡൻസ് ലെവൽ കംപ്ലീറ്റ് പോയി. എന്നെ പോകാൻ അനുവദിക്കണം, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാവം മനുഷ്യനാണ്. ഞാൻ അതാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്, അതേ പാവം ഒരു മനുഷ്യനായതുകൊണ്ടാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് റെക്കോർഡിസ്റ്റ് പറഞ്ഞു. അങ്ങനെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കംപ്ലീറ്റ് മൂഡ് ഔട്ടാണ്. അപ്പോൾ ഈ റെക്കോർഡിസ്റ്റും സതീഷ് മുതുകുളം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതിന്റെ റൈറ്ററും കൂടെ എന്നോട് പറയണം, അല്ല ഇപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ പോകാൻ. ചേട്ടൻ എന്ത് പറയുന്നത്? നമ്മൾ ഉച്ചയായിട്ടും 2 സീൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ എപ്പോൾ തീർക്കാൻ ഈ സിനിമ? എനിക്ക് എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോകുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മുടെ ഡയറക്ടർ ഇച്ചിരി പെർഫെക്ഷനിസ്റ്റ് ആണ്, ഞങ്ങൾക്കറിയാം, ഭയങ്കര ഓവർ പെർഫെക്ഷനിസ്റ്റാണ്. ഈ ജിസ്സും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആരെ കൊണ്ട് ഡബ് ചെയ്യിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അപ്പോൾ ഞാൻ വരുന്നതിന് കുറേ പേര് ചെയ്തായിരുന്നു. ജിസ്സു വരുന്നതിന് കൃഷ്ണേന്ദ്രൻ സാറ് ചെയ്തിരുന്നു, ഇതേപോലെ ഉച്ചയായപ്പോൾ നിർത്തിപ്പോയി. ശരത്ത് വന്നിരുന്നു, നിർത്തിപ്പോയി. ഹരിശാന്ത് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പുള്ളി വന്നിരുന്നു, നിർത്തിപ്പോയി. അപ്പോൾ 4ാമത്തെ 5ാമത്തെ ആളോ മറ്റോണ് ഞാൻ. ഇത് ജിസ്സും കൂടെ പോയാൽ ഇവന് മാച്ച് ആവുന്ന വോയിസ് പിന്നെ ഏതാണെന്നുള്ളതെന്നൊക്കെയാണ്. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കേട്ടപ്പോൾ ചെയ്തേക്കാം. പിന്നെ ഞങ്ങളൊരു മ്യൂച്വൽ ധാരണയായി. ഞങ്ങൾ പറഞ്ഞു, സാർ ഇരിക്കരുത്, ഞങ്ങൾ മൊത്തം കഴിഞ്ഞിട്ട് സാറിനെ കേൾപ്പിക്കാൻ. എന്നിട്ട് സാർ പ്രശ്നമുള്ള ഏരിയ പറ, നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നീട് കാദർഹാസൻ നമ്മളുടെ എല്ലാം വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇപ്പോഴും വിളിക്കുകയും കാര്യങ്ങളെയും. എനിക്കൊന്ന് അല്ലു അർജുൻ എന്ന മനുഷ്യന് കേരളത്തിലൊരു മാർക്കറ്റ് ഉണ്ടാക്കിയത് കാദർഹാസനാണ്. കാരണം ഒരു മലയാള സിനിമ, ഒരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമ റിലീസ് ചെയ്യുന്ന പോലെയാണ് പുള്ളിയുടെ ഓരോ പടങ്ങളും. ഇപ്പൊ കാദർഹാസൻ ചെയ്ത പടങ്ങൾ നോക്കിയാൽ ആര്യ, ഹാപ്പി, ബണ്ണി, ഹീറോ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ഹിറ്റുകളാണ്. ശബ്ദത്തിന്റെ ഓണറെ, അഭിനയത്തിന്റെ ഓണർ കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ് ഒരു 6-7 സിനിമകള് ഹൈദരാബാദ് അവരുടെ തന്നെ സ്റ്റുഡിയോയിലാണ്. അവരുടെ വെച്ചാൽ നാഗാർജുനയുടെ സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്തിരുന്നത്, ബഞ്ചാര ഹിൽസിലുള്ള സ്റ്റുഡിയോസിലാണ്. അപ്പോൾ ഈ ബദ്രീനാഥൻ എന്ന് പറഞ്ഞ ആ പടത്തിന്റെ പ്രത്യേകതയുണ്ട്. ആ പടം ഞാനും അല്ലുവും പ്രകാശ് രാജും 3 പേരും മാറി മാറിയാണ് ഡബ് ചെയ്യുന്നത്. അതായത് ഈ ബഞ്ചാര ഹിൽസിൽ നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ, ഇപ്പോൾ പഴയ ഷൂട്ടിങ്ങും ഡബിങ്ങും എഡിറ്റിങ്ങും എല്ലാം നടക്കുന്ന ഒരു ഏരിയ, ഫിലിം സിറ്റി പോലെ ഒരു ഫിലിം സിറ്റിയാണ്. അപ്പോൾ അല്ലുവിന്റെയും ഈ പ്രകാശ് രാജിന്റെ ഒക്കെ ഷൂട്ടിംഗ് അവിടെയുണ്ട്. അപ്പോൾ അവർ വരുന്നവരെ ഞാൻ ഡബ് ചെയ്യും, അവർ വരുമ്പോൾ നമ്മൾ മാറിക്കൊടുത്ത് പുള്ളി ഡബ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രകാശ് രാജ് വരും, അപ്പം ചെയ്യണം. രസമാണ്. ബ്രഹ്മാനന്ദം വരും. അങ്ങനെയൊക്കെ രസമാണ്. ഇദ്ദേഹം ഒരു ഭയങ്കര രസമുള്ള കക്ഷി, ഈ അല്ലു അർജുൻ എന്ന് പറയുന്നത്. വലിയ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരോടും അവരുടെ ഒരു പഴയ രാജാക്കന്മാരുടെ ഒരു ബിൽഡപ്പാണ് ഈ തെലുങ്ക് നടന്മാരുടെ വരവും പോക്കും. ബിൽഡപ്പ് ഭയങ്കര ഭയങ്കര ബിൽഡപ്പ്. അവര് ആ ലൊക്കേഷനിലൊക്കെ 2 വണ്ടി മുൻപില്, 2 വണ്ടി പുറകില്, അതിനിടയ്ക്ക് ഡോറ് തുറന്ന് നടക്കാൻ ആള്. നമ്മൾ പുറകിൽ നോക്കി നമുക്ക് ചിരി വരും. നമ്മൾ പഴയ അല്ലേ കറക്റ്റ് ഒരു എന്താ പറയാ, ഒരു കേന്ദ്രമന്ത്രി പോകുന്ന പോലത്തെ സെറ്റപ്പ്. അവിടെ ആളുകൾ അതാണല്ലോ, അവർക്ക് മറ്റേ ഭ്രാന്താണല്ലോ അവര് കാണുക എന്ന് പറയുമ്പോൾ. ഞാൻ ഓർക്കുന്ന ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഈ സ്റ്റുഡിയോന്റെ പുറത്തേക്ക് വെക്കുമ്പോൾ കാർ നിർത്തിയിട്ട് ഈ ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന പുള്ളി, അദ്ദേഹം നടന്നു വരുമ്പോൾ ഈ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ലൈറ്റിന്റെ ആൾക്കാരും മറ്റേത് മറിച്ചും കാണാൻ നിൽക്കുന്നവരും എല്ലാം പൊടി അദ്ദേഹത്തിന്റെ കാലിലേക്ക് അങ്ങ് വീഴാണ്. അപ്പൊ ഇയാൾ നടന്നു വരുമ്പോൾ നമുക്ക് പേടി, ഞാനും വീണ്ടും നൈസായിട്ട് അവിടെ വിട്ടു കളഞ്ഞു. അപ്പൊ അവരങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഒരു മലയാളി പോയിട്ട് ഇവിടുത്തെ ഒരു താരത്തിന്റെ കാലിലൊന്നും പോയി വീഴുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരങ്ങനെയാണ്. അതിനൊരു അതുകൊണ്ട് തന്നെ തെലുങ്ക് പടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ, ഒരു സിനിമ അവിടെ 4-5 പ്രാവശ്യം കാണും. ഒരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് 5-6 പ്രാവശ്യം പോയി കാണും. അങ്ങനെയാണ്. ഈ അല്ലുവിന്റെ മലയാളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെലിവറി ആളുകൾക്ക് ഇത് തന്നെ ഒന്ന് ഉറപ്പിക്കണമല്ലോ. അല്ല നമ്മൾ പണ്ടേ അല്ല ഒന്നാമത്തെ കാര്യം ഡയലോഗ്സ് അങ്ങനെ ബൈഹാർട്ട് ചെയ്തല്ലോ. പക്ഷെ എന്നാലും ഞാൻ എല്ലായിടത്തും പറയുന്നത് മതി ഐ ലവ് യു
എന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയാ ഒരു സാധനത്തിനകത്ത് മധുമതിയോട് ഇഷ്ടമാണെന്ന് പറയും. മധുമതി അപ്പൊ തന്നെ ഐ ഹേറ്റ് യു എന്ന് പറയും. മധുമതി എന്നെ ഹേറ്റ് ചെയ്യുന്നു, വിച്ച് മീൻസ് മധുമതിയുടെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്നാണ് അതിനർത്ഥം. ഒരാളുടെ ഉള്ളിലില്ലാതെ എങ്ങനെ ഹേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് മധുമതി ലവ്സ് മീ എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് ഞാൻ നേരത്തെ തെലുങ്കിന്റെ ലോജിക്ക്. ഇവന്റെ എല്ലാ പടത്തിലും നായിക ഒരു സമയത്ത് മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടമല്ലെന്ന് പറയും. പിന്നെ അവിടെ പിന്നെ പുറകെ പാട്ട്. ഈ സ്പീഡൊക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്താണോ? ഈ ഡയലോഗ് ഡെലിവറി സ്പീഡൊക്കെ സെറ്റ് ചെയ്തോ? സെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത് അങ്ങനെയുള്ള പുള്ളി അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു പാരഗ്രാഫൊക്കെ അവർ 2 സെന്റൻസിൽ പറഞ്ഞു കളയും. കുറേ പടത്തിൽ ഇങ്ങനെ മുഖം കാണിച്ചിട്ടുണ്ട്, അല്ലെ കൂടെ വന്ന് ഇങ്ങനെ ചെറിയ 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 വേഷങ്ങളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലേക്ക് ഇപ്പോൾ എന്തൊക്കെയായി, മിമിക്രി ആർട്ടിസ്റ്റായി, ഡബ്ബിങ് ആർട്ടിസ്റ്റായി, ഇല്ലേ, നടനായി, സംവിധായകനായി, ആഡ് ഫിലിം മേക്കറായി. വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സാധനം പറഞ്ഞില്ല, പാട്ടെഴുത്തുകാരനാവണം. പാട്ടെഴുത്തുകാരനാണെങ്കിൽ അതുമായി അത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡയറക്ടർ ആവണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്ന സാധനം ഒരിക്കലും നമ്മളങ്ങനെ, കാരണം അത് നമുക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളത് ആഗ്രഹിച്ചിട്ടില്ല. കാരണം അതിനുള്ള സാധ്യത ഇല്ലായിരുന്നല്ലോ. എങ്ങനെ, കാരണം അന്ന് ഞാനൊക്കെ ഡബ്ബിങ്ങിൽ വരുമ്പോൾ സിനിമ മദ്രാസിലാണല്ലോ. ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്താണ്, ഒരുപാട് നാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം, അസോസിയേറ്റ് ആവണം, പിന്നെ ഒരു സിനിമ. അത്രയൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ലായിരുന്നു അന്ന്. സിനിമ കൊച്ചിയിലേക്ക് വന്നത് ഒരു ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. സിനിമ കൊച്ചിയിലേക്ക് വന്നതാണ് ഇത്രയും ആൾക്കാരോട് ഉണ്ടാവാനുള്ള, ഇത്രയും സംവിധായകരുണ്ടാവാനുള്ള. മദ്രാസിൽ നിന്ന് സാധനം മൊത്തമാരി ഇങ്ങോട്ട് വരുന്നു. മോണോപോളി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടായി പോയല്ലോ. ഇവിടെ ഭയങ്കര സജീവമാവുന്നു. ഇപ്പൊ നമുക്ക് നല്ലൊരു സിനിമ, നമ്മളിപ്പോ സിനിമകൾ പണ്ട് പോലെയല്ലോ. ഇപ്പൊ നമ്മുടെ മൊബൈലിലെ സിനിമകളുണ്ട്, അല്ലെ? എല്ലാവരും തന്നെ പല ഭാഷകളിൽപ്പെട്ട സിനിമകൾ കാണുന്നു. യൂട്യൂബിലൊക്കെ വരുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ അന്തംപെട്ട ഷോർട്ട് ഫിലിമുകൾ, ഭയങ്കര രസമുള്ള തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ട് പിള്ളേരുടെ കയ്യിൽ, ഒരുപാട് പേരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയും, ഇപ്പോൾ ഒരു സിനിമ നമ്മൾ ആലോചിച്ചു, ഒരു കൂടി പോയ ഒരു 6-7 മാസം പോട്ടെ, അങ്ങേയറ്റം 1 വർഷത്തിനുള്ളിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ സിനിമ ചെയ്യാതിരിക്കുന്നതാണ്. കാരണം അപ്പോഴും മാറുകയാണ്, ട്രെൻഡ് മാറുകയാണ്, ഒക്കെ മാറുകയാണ്. 2019 നല്ലൊരു വർഷമായിരിക്കട്ടെ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ.